ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഗുരുവായൂർ നിയോജകമണ്ഡലം നവകേരള സദസ്സിന് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയ തീരുമാനത്തിനെതിരെ ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. മറുപടി നൽകാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് അജണ്ട വലിച്ചുകീറി പ്രതിഷേധിച്ചു. വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയുമായി വാക്കേറ്റവുമുണ്ടായി. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു കൌൺസിൽ യോഗം ആരംഭിച്ചത്. ചാവക്കാട് നഗരസഭ കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടന്ന ഗുരുവായൂർ നിയോജകമണ്ഡലം നവകേരള സദസ്സിന്റെ സംഘാടനത്തിനും പ്രചാരണത്തിനുമായി ചെലവ് വന്ന തുക അനുവദിക്കുന്നതിൽ ചെയർപേഴ്സൺ നൽകിയ മുൻകൂർ അനുമതിയെ സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് ബഹളമുയർന്നത്. കഴിഞ്ഞ മാസം 18-ന് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയ തീരുമാനം ചട്ടപ്രകാരം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് KV സത്താർ വിഷയത്തിൽ സെക്രട്ടറി മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. ബഹളം നടക്കുന്നതിനിടയിൽ അടുത്ത അജണ്ട വായിക്കുന്നതിനിടെ സത്താർ അജണ്ട വാങ്ങിച്ച് വലിച്ചു കീറുകയായിരുന്നു. ഇതോടെ യോഗം പിരിച്ചുവിട്ട ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ചു. തുടർന്ന് വിഷയത്തെ ചൊല്ലി സെക്രട്ടറിയും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ വാക്കേറ്റമായി. നഗരസഭാ കൌൺസിൽ യോഗത്തെ നിയന്ത്രിക്കുന്ന ചെയർപേഴ്സണും നഗരസഭയെ നിയന്ത്രിക്കുന്ന സെക്രട്ടറിയും UDF കൌൺസിലർമാരോട് മോശമായ സമീപനമാണ് നടത്തിയതെന്ന് KV സത്താർ പറഞ്ഞു. നഗരസഭാ ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് തങ്ങൾ മറുപടി ചോദിച്ചതെന്നും എന്നാൽ മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന സമീപനമാണ് ഭരണപക്ഷം കൈക്കൊണ്ടത്. സർക്കാർ ഉത്തരവ് പ്രകാരം പണം അനുവദിക്കുന്നതിന് കൌൺസിൽ അംഗീകരിക്കണം. എന്നാൽ അതിനു മുൻപ് തന്നെ മുൻകൂർ അനുമതി നൽകി ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ്. മുൻകൂർ അനുമതി എടുത്തിട്ട് പോലും അതിനുശേഷമുണ്ടായ കൌൺസിലിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊത്തുകളിയാണെന്നും പണം കൊടുത്തത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഗുണ്ടയെപ്പോലെ ധിക്കാരിയെപ്പോലെയാണ് നഗരസഭാ സെക്രട്ടറി പെരുമാറിയതെന്നും സത്താർ പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയം പറയുന്ന സ്ഥിതിയിലേക്ക് വരികയാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകനായി സെക്രട്ടറി പ്രവർത്തിക്കുകയാണെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സത്താർ പറഞ്ഞു. എന്നാൽ ഇന്ന് പ്രതിപക്ഷം അനാവശ്യമായി കൌൺസിൽ നടപടികളെ തടസ്സപ്പെടുത്തുകയും സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. കൂടാതെ അജണ്ട വായിക്കുന്ന ക്ലർക്കിന്റെ കയ്യിൽ നിന്ന് അജണ്ട വലിച്ചെടുത്ത് കീറിക്കളഞ്ഞു. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നവകേരള സദസ്സിന്റെ ചെലവിനായി 1 ലക്ഷം രൂപ വരെ നൽകാം. എന്നാൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ ബില്ലുകൾ ലഭിച്ച സാഹചര്യത്തിൽ 86,926 രൂപയുടെ ബില്ല് അനുവദിച്ചതായി തീരുമാനമാണ് ഉണ്ടായത്. അതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഇതിന്റെ പേരിലാണ് പ്രതിപക്ഷം അനാവശ്യമായി ബഹളമുണ്ടാക്കിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ വിവരമില്ലായ്മയെന്ന് പറഞ്ഞ് മറ്റ് ജനപ്രതിനിധികളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണെന്നും പ്രതിഷേധിക്കുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ അംഗം PK കബീർ പറഞ്ഞു. തലയ്ക്ക് വെളിവില്ലാതെയാണ് വൈസ് ചെയർമാൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങളുടേത് തെറ്റായ സമീപനമാണെന്നും കൌൺസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അജണ്ട വലിച്ചുകീറിയും സെക്രട്ടറിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് വൈസ് ചെയർമാൻ KK മുബാറക് പറഞ്ഞു. അനാവശ്യമായി വിവാദമുണ്ടാക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നതെന്നും ഇതിന് വിമർശിച്ചതിൽ അൺപാർലമെന്ററി വേർഡ്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് തനിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുകയാണെന്നും മുബാറക് പറഞ്ഞു. നവകേരള സദസ്സിന് പണം നൽകിയതിനെതിരെ UDF അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി. KV സത്താർ, PK കബീർ, ഫൈസൽ കാനാമ്പുള്ളി, ബേബി ഫ്രാൻസിസ്, സുപ്രിയ രാമചന്ദ്രൻ, ജോയ്സി ടീച്ചർ, ഷാഹിദ പേള തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.